ഈ മറുനാടൻ ഷാജനോട് എനിക്ക് താല്പര്യമില്ലാത്ത മനുഷ്യനാണ് ഞാൻ. ഇയാളെ ചീത്ത വിളിക്കുന്ന പോലത്തെ വീഡിയോസ് മുടിഞ്ഞ കച്ചറ അയാൾ പറയുന്നതിനെയൊക്കെ അതുപോലെ കളിയാക്കുകയൊക്കെ ചെയ്യും. പിന്നെ എൻ്റെ ഒരു സുഹൃത്തിനെ പറ്റി ഈ അപവാദം, ആ പെണ്ണിനെ പറ്റി ആവശ്യമില്ലാത്തൊക്കെ പറഞ്ഞാൽ കൊച്ചു ഒത്തിരി ബുദ്ധിമുട്ടുണ്ട്. തിരുവല്ലയിൽ അതിൻ്റെ കേസ് നടപ്പുണ്ട്. ആ കേസിലും മറുനാടൻ ഷാജന് നല്ല ബുദ്ധിമുട്ടുണ്ടാവും. കാരണം വളരെ നിരപരാധിയായ ഒരാളെ പറ്റി അത്രയ്ക്ക് അപഖ്യാതി പറഞ്ഞ ഒരു മാധ്യമ പ്രവർത്തകൻ എന്ന് പറഞ്ഞാൽ, സത്യം പറഞ്ഞാലുണ്ടല്ലോ, എന്നോടൊക്കെ ഇത് ആ രീതിക്ക് ചെയ്തിരുന്നത് ഞാൻ ഷാജനെ ഒരു 1.5-2 വർഷം കഴിയുമ്പോഴത്തേന് ചെന്ന് എന്നെക്കൊണ്ട് ചെയ്യാൻ പറ്റുന്ന ക്രൂരതയൊക്കെ ഞാൻ നേരിട്ട് ചെയ്തിട്ടേ പോകത്തുള്ളൂ. അതാണ് അതിനാകെ ചെയ്യാനുള്ളത്. അല്ലാതെ നിയമ നടപടികളൊക്കെ നടന്നോട്ടെ, പക്ഷെ ഇവനെ ഞാൻ ജീവിക്കാൻ സമ്മതിക്കത്തില്ല. അതുപോലെയൊക്കെ ചെയ്തു കഴിഞ്ഞാൽ ജീവിക്കണ്ട. അങ്ങനെ ആരും അത്രയൊന്നും ചെയ്താൽ പിന്നെ നമ്മളെ അങ്ങനെയൊക്കെ ആക്കി കഴിഞ്ഞാൽ അവനെ ജീവിക്കാൻ അനുവദിക്കാവോ? അല്ല, അതിൻ്റെ അത് നിയമം കയ്യിലെടുക്കാനാണ് അങ്ങനെയെന്നുള്ള രീതിയിൽ തന്നെ ചെയ്യത്തുള്ളൂ. അല്ല, എനിക്ക് ഈ ക്ഷമയില്ല അത്രയൊന്നും. എന്നുവെച്ചാൽ അത്രയും മോശമായിട്ട്, അതായത് ഇല്ലാത്തത് ഉള്ളതിനകത്ത് എന്തെങ്കിലും ഒരു അംശമെങ്കിലും ഉള്ളതാണെങ്കിൽ കുഴപ്പമില്ല. പക്ഷെ ഒരാളെ നശിപ്പിക്കാൻ വേണ്ടിയിട്ട് അനാവശ്യങ്ങൾ പറഞ്ഞു കഴിഞ്ഞാൽ അതുകൊണ്ട് ഞാൻ ഒത്തിരി ബുദ്ധിമുട്ടിയിട്ടുണ്ടായാലും ഞാൻ അവനെ വെറുതെ വിടുമെന്ന് വിചാരിക്കുന്നുണ്ടോ? അങ്ങനെയില്ല. എപ്പോൾ കിട്ടിയാലും പിന്നെ കിട്ടുന്നിടത്ത് വെച്ചാൽ മനസ്സിലായില്ലേ, പ്രതികാരം എന്താണെങ്കിലും ചെയ്തേ പറ്റത്തുള്ളൂ. കാരണം യാതൊരു ആവശ്യമില്ല. ഇപ്പോൾ ഉള്ളതിനകത്ത് നമ്മൾ അഭിപ്രായം പറയുന്ന പോലെയല്ല ഇല്ലാക്കഥ പറഞ്ഞുണ്ടാക്കുന്നത്. മനസ്സിലായി? അങ്ങനെ ചെയ്തിട്ട് എനിക്ക് അഫക്റ്റഡ് ആവുകയാണെങ്കിൽ, മനസ്സിലാവുന്നുണ്ടോ? അല്ലാതെ എന്നെ അത് ഏൽക്കുന്നില്ലെങ്കിൽ ശരി, എന്നെ ഒരു രീതിയിൽ അഫക്റ്റ് ചെയ്യുന്നില്ലെങ്കിൽ ഞാൻ അതെടുക്കരുത്. ആൾക്കാരെന്തിനും പറയുന്നതിലല്ല കാര്യം. മനസ്സിലായോ? അപ്പോൾ ഇപ്പോൾ അയാൾക്കെതിരെ കേസ് വരുമ്പോൾ ഞാൻ പിന്നെ ഒരു പ്രശ്നമുള്ളത് എന്താണെന്ന് വെച്ചാൽ, ഇങ്ങനെയൊക്കെ ചെയ്തു നിന്നാൽ പോലും ചെയ്തെങ്കിൽ പോലും പോലീസ് ഈ ചെയ്യുന്ന പരിപാടി ഉണ്ടല്ലോ, അതിന് ചെറിയ കുഴപ്പമുണ്ട്. കാരണം ഇയാൾ എന്ത് വേണേൽ കാണിച്ചോട്ടെ, പക്ഷെ നമ്മളെന്തിനാ ഈ മാന്യത വിടുന്നേ? മനസ്സിലായി? പോലീസ് അയാളെ ഡ്രസ്സ് ഇടാതെ ഇറക്കാൻ പാടില്ല. അയാളെ ഷർട്ട് ഇടിയിച്ചിട്ടേ പുറത്തോട്ട് ഇറക്കാവൂ. അയാൾ ഷർട്ട് ഇടത്തില്ലെന്ന് പറഞ്ഞാൽ പിടിച്ചു നിർത്തി ഇടിയിക്കണം. മനസ്സിലായി? അല്ലാതെ ഷർട്ട് ഒന്നും ഇടാതെ ഒരുത്തിനെ വലിച്ചിറക്കി ഒരു കയ്യിൽ കൊണ്ടേ പിടിച്ചുകൊണ്ട് പോകാനും വേണ്ട എന്തോ ഈ നടന്നത്. അയാളെ നാണം കെടുത്തലാണോ ഉദ്ദേശിക്കുന്നത്? ഈ ഭയങ്കര തേർഡ് റേറ്റ് പരിപാടി, ചീപ്പ്, ഒരു വളരെ മോശപ്പെട്ട ഒരു സമീപനം. ഇത് ലോകത്തിൻ്റെ ഇവിടെ കൊണ്ട് കാണിച്ചാൽ എങ്ങനെ ഇരിക്കുമെന്നൊന്ന് ചിന്തിക്കണ്ടേ? ഇപ്പം ഞാൻ പറയുന്ന കാര്യങ്ങൾ അത് ഇംഗ്ലീഷിലേക്ക് ട്രാൻസ്ലേറ്റ് ചെയ്യുകയോ അല്ലെ മറ്റേതെങ്കിലും ഭാഷ, ജർമ്മനോ സ്പാനിഷോ അല്ലെങ്കിൽ പോർച്ചുഗീസോ എന്ത് ലാംഗ്വേജിലോട്ട് മാറ്റിയാലും അറബിയിലോട്ട് മാറ്റിയാലും ഒരുപാട് വീഡിയോസൊന്നും ലോകം മുഴുവനൊന്നും അങ്ങനെ എതിർക്കത്തൊന്നുമില്ല. അതെനിക്ക് ഉറപ്പാണ്. ഇവിടെയുള്ള ഈ കച്ചറ ഫാൻസിനെ പറ്റിയും അല്ലെങ്കിൽ ഈ ആളിഞ്ഞ നടന്മാരെ പറ്റിയൊക്കെ പറയുന്നത് കേട്ടാൽ എല്ലാവരും ലോകത്തോട്ട് ഇറക്കി കഴിഞ്ഞാൽ ഉണ്ടല്ലോ 100% അവർ സമ്മതിക്കുന്ന കാര്യങ്ങൾ മാത്രമേ ഞാൻ പറഞ്ഞിട്ടുള്ളൂ. പിന്നെ ഈ ലോക്കൽ കേരള സെറ്റപ്പിൽ ചിലപ്പോൾ പല ലോക്കലായിട്ടുള്ള ഈ വിവരമില്ലാത്ത വിദ്യാഭ്യാസം ഇല്ലാത്ത ആൾക്കാർക്ക് ഇഷ്ടപ്പെടത്തില്ല. പിന്നെ ബോധം വെളിവും കൂടെ വേണം ചില കാര്യങ്ങൾ മനസ്സിലാക്കാനും ഉൾക്കൊള്ളാനും അംഗീകരിക്കാനും. അപ്പോൾ അത് പറ്റാത്തതുകൊണ്ടാണ് പലരും ഇതൊക്കെ ചെയ്തുകൊണ്ടിരിക്കുന്നതെന്ന് എനിക്കറിയാം. കാരണം ഞാൻ ഇതേ കാര്യം പല ഭാഷയിലുള്ള മനുഷ്യരെ പരിചയപ്പെടുമ്പോഴൊക്കെ ഓരോ കാര്യങ്ങളും സംസാരിക്കുമ്പോഴേ ഒരു പ്രാവശ്യം ഒരു സംഭവം ഉണ്ടായി. ഞാൻ ബാംഗ്ലൂർ ട്രെയിനിന് പോകുമ്പോൾ ഒരു തെലുങ്കൻ ഒരാൾ സംസാരിച്ചപ്പോൾ ഇന്നപോലെ വ്ളോഗിങ് ആണ്, വീഡിയോ വ്ളോഗ്സ് ഒക്കെ ചെയ്യാമെന്ന് പറഞ്ഞപ്പോൾ ഞാൻ അങ്ങനെയുള്ളവരെ എനിക്ക് ഇഷ്ടമാണ്. കാരണം അവരെ എന്തെങ്കിലും സത്യം പറയത്തുള്ളൂ, ബാക്കി മീഡിയാസൊക്കെ റോങ് ആണ്, അതാണ് എന്താണെന്നൊക്കെ പറഞ്ഞപ്പോൾ എന്നെ ഇങ്ങനെ പോലീസ് സ്റ്റേഷനിൽ അന്ന് ലോക്കപ്പിൽ നിർത്തിയിരിക്കുന്ന ഫോട്ടോ എടുത്ത് ഇങ്ങനെ കാണിച്ചു കൊടുത്തു പുള്ളിയെ. ഞാൻ ഒരിക്കലും വിചാരിച്ചിട്ടില്ല ആ ഫോട്ടോ കൊണ്ട് ഇങ്ങനെ ആ ന്യൂസ് കൊണ്ട് ആ രീതിക്കൊരു ഇമ്പ്രഷൻ എനിക്കൊരാളിൽ ഉണ്ടാക്കാൻ പറ്റുമെന്ന്. ഞാൻ പറഞ്ഞത് എനിക്കിങ്ങനെ ഒരു പ്രശ്നം ഉണ്ടായി, ഞാൻ പറഞ്ഞത് ഇന്ന കാര്യങ്ങളൊക്കെയാണ് എന്ന് പറഞ്ഞിട്ട് ഞാൻ പറഞ്ഞു ഇങ്ങനെ ഈ സിനിമാടൻ ഒരു വേഷം കെട്ടിക്കൊണ്ട് ഇങ്ങനൊരു ദുരന്ത ഭൂമിയിൽ ചെന്ന് നിന്നിട്ട് ഫോട്ടോ എടുത്ത് പോസ്റ്റ് ചെയ്തു, പോരാത്തതിന് മിലിറ്ററിയുടെ അത്രയും സമയം വേസ്റ്റാക്കിയ വീഡിയോസ് ഞാൻ കാണിച്ചു കൊടുത്തു. അപ്പോൾ അയാൾ പറയുവാന്ന്, എന്നിട്ട് നിങ്ങളെ പിടിച്ച് അവർ ജയിലിലിട്ടോ എന്ന്. ഞാൻ പറഞ്ഞു ജയിലിലല്ല, ലോക്കപ്പിൽ നിർത്തിയിട്ട് ഒരു പോലീസുകാരൻ, ഒരു CI, തിരുവല്ലയിലെ ആ CI ഓർമ്മയില്ലേ, CI ഈ മോഹൻലാലിന് വേണ്ടി ജോലി ചെയ്യുന്ന ആളായിരുന്നു. അയാളെ ഞാൻ കാണിച്ചു കൊടുത്തു. അയാൾ പറയുന്നതൊക്കെ ഞാൻ ട്രാൻസ്ലേറ്റ് ചെയ്ത് പുള്ളിയോട് പറഞ്ഞു കൊടുത്തു. ഇയാൾ ഇതൊക്കെയാണ് പറഞ്ഞത്, സിദ്ദിഖിക്ക വിളിച്ചു എന്ന് പറയുമ്പോൾ റെസ്പെക്ട്ഫുൾ ആയിട്ട് അയാൾ ഇടപെടുക അവരോട് എന്നൊക്കെ പറഞ്ഞപ്പോൾ അയാൾ പറയാം പത്തറ്റിക് ആണെന്ന് അയാളുടെ കണ്ടീഷൻ. മനസ്സിലായോ? അപ്പം ഞാനത് മുഴുവൻ കാണിക്കുമ്പോൾ എനിക്ക് കിട്ടുന്നത് ശരിക്കും ഒരു പോസിറ്റീവ് റെസ്പോൺസ് മാത്രമാണ്. ഇതിൻ്റെ റീസൺ കറക്റ്റായിട്ട് മനസ്സിലായാലും ഇപ്പം ഞാൻ പറഞ്ഞ വീഡിയോ എടുത്തുകൂടെ നോക്കിക്കഴിഞ്ഞാൽ അവർ ഏത് ഭാഷയിലോട്ട് ട്രാൻസ്ലേറ്റ് ചെയ്താലും നിങ്ങൾ ശ്രദ്ധിച്ച് നോക്കിയോ, ഞാൻ പറയുന്ന 90% കാര്യങ്ങളെന്നല്ല 97% എടുക്കാം, 3% വെറുതെ പൊട്ടത്തരം പറയാറുണ്ട്. വേണ്ട, കാര്യമായിട്ട് പറഞ്ഞാൽ 100% ഇഷ്യൂസും ലോകത്തിൻ്റെ മൂലയ്ക്ക് എവിടെ പോയി നിന്ന് പറഞ്ഞാലും അവിടെ ഉള്ളവർക്ക് അത് മനസ്സിലാവും. അവർ ഈ ഞാൻ പറയുന്ന ആൾക്കാരെ അവർ പറയുകയും ചെയ്യും അവർ കറപ്റ്റഡ് ആണെന്ന് പറയും. മനസ്സിലായോ?
അല്ലാതെ ഒരു വർത്താനം ഇല്ല. അതെനിക്ക് അനുഭവങ്ങളുണ്ട് ഒത്തിരി, മനസ്സിലായില്ല. ഞാൻ പുറത്തൊക്കെ ഇറങ്ങി ഒരുപാട് സ്ഥലങ്ങളിൽ പോകാറുണ്ട്, പല ഭാഷയിലുള്ളവരോട് സംസാരിക്കാറുണ്ട്, ഇടപെടാറുണ്ട്. അപ്പോൾ അവർ കുറച്ച് നേരം സംസാരിച്ച് കഴിയുമ്പോഴാണ് ഞാൻ ഇതൊക്കെ പറയുന്നത്, ഇതാ ചെയ്യുന്നത്, ഇങ്ങനെയൊക്കെ ചെയ്തിട്ട് എനിക്ക് ഇങ്ങനെയൊക്കെ ഉണ്ടായി. അപ്പോൾ അവരെല്ലാം നമ്മളോട് പറയും ശരിയാണ്, അങ്ങനെ സംഭവിക്കാൻ സാധ്യതയുണ്ട്. എന്നിട്ട് ഞാൻ ഈ വീഡിയോ ഒക്കെ കൂടെ കാണിച്ചു കൊടുക്കുമ്പോൾ ഓരോ ഇൻസിഡൻസ് വെച്ചിട്ട് ഇത് പറയുമ്പോൾ അവർ പറയും അവർക്കത് മനസ്സിലായി. അത് ഭാഷയ്ക്കും അതീതമായിട്ട് മനസ്സിലാക്കാൻ പറ്റുന്ന രീതിയിൽ ഇവരുടെയൊക്കെ ബോഡി ലാംഗ്വേജും ഇവരുടെ പെർഫോമൻസും ഈ സ്ക്രീനെ വന്നിട്ടേ. അപ്പോൾ അതിന് തെളിവടക്കം അയാൾ ചിന്തിച്ചാൽ പോലും അതിന് ഉത്തരവുണ്ട്. അയാൾ ആ ഒരു പെർസ്പെക്റ്റീവ് അയാൾക്കും കിട്ടത്തുള്ളൂ. അപ്പോൾ അതൊക്കെയാണ് നമ്മൾ ഓരോരുത്തരെ പറ്റി പറയുമ്പോൾ ഉണ്ടാകേണ്ട കാരണങ്ങൾ. അല്ലാതെ ഇല്ലാക്കഥ പറയുക, പെൺവാണി പോകുന്നുണ്ട്, ഇയാൾക്കുള്ളതാ, ഇയാൾ ഈ മറ്റേ എന്താ പറയുക എന്തിനകത്തും കൊണ്ടൊരു മസാല ചേർക്കും. വെറുതെ ഒരു വാർത്തയാണെങ്കിൽ പോലും ഒരു പെണ്ണുണ്ടെങ്കിൽ അതിനകത്ത് അവൾ പെൺവാണിപ്പക്കാരിയാവും, അവൾ വേറെന്തൊക്കെയോ മയക്കുമരുന്ന്. ഇപ്പോഴാണെങ്കിൽ എല്ലാവരും MDMA-ക്കാരൊക്കെ ആയി കാണും. ഞാൻ അയാളുടെ പരിപാടി കാണാറില്ല, എനിക്ക് ആദ്യം തൊട്ടേ കാണാറില്ല. പിന്നെ എന്നെ പറ്റിയാണെങ്കിലും പുള്ളി കുറച്ച് അപവാദങ്ങൾ പറഞ്ഞു നോക്കി. അപ്പോഴേ ഞാൻ തിരിച്ച് കുറേ വീഡിയോ ഇട്ടപ്പോൾ പുള്ളിക്ക് നാണക്കേട് ഉണ്ടാകുന്ന പോലെ തോന്നി. ഞാൻ പറഞ്ഞില്ല, അയാളുടെ മക്കളെയൊക്കെ അയാൾ പഠിപ്പിക്കുന്നത് ഈ ഇങ്ങനെ ഉണ്ടാക്കുന്ന കാശിനാ, ഭാര്യയ്ക്ക് ഉടുപ്പ് മേടിച്ചു കൊടുക്കുന്നത് അല്ല. ഇങ്ങനെ മറ്റുള്ളവരെ പറ്റി അപഖ്യാതി പറഞ്ഞ് മക്കളെ വളർത്തിക്കഴിഞ്ഞാൽ മക്കളൊക്കെ ഏത് നിലയിലെത്തും അല്ലേ. മാത്രമല്ല മക്കളുടെ കൂടെ പഠിക്കുന്നവരൊക്കെ നോക്കത്തില്ല ആ പിള്ളേരെ ഇങ്ങനെ ഇത്രയും മോശപ്പെട്ട ഒരാള്, ഇത്രയും സ്ത്രീകളെ പറ്റി, അവന്റെ ഈ കുട്ടികളുടെ തന്നെ അമ്മമാരെയോ അവരുടെ കുടുംബത്തിലുള്ളവരെയൊക്കെ പറ്റി അപഖ്യാതി പറയുന്ന ഒരു മനുഷ്യന്റെ മക്കളല്ലേ ഇവര് എന്നൊക്കെ തോന്നുന്നു എന്നുള്ളതൊക്കെ ഞാനന്ന് വീഡിയോ ഇട്ടപ്പോൾ ഞാൻ എന്നിട്ട് പറയുകയും ചെയ്തു, ഈ മക്കളെ അടക്കം മാറ്റി നിർത്തേണ്ട ഗതികേട് വരും ഒരിക്കല് അവർക്ക്, ഈ കൂട്ടുകാർക്ക്. കാരണം എന്നാ, ഈ തന്ത ഇങ്ങനല്ലേ, മക്കളപ്പോൾ ഇങ്ങനെ ആയിരിക്കുമോ എന്നുള്ള സംശയം വരും. അപ്പൊ അങ്ങനെയൊക്കെ വരുന്നത് ഞാൻ പറഞ്ഞിട്ടുണ്ട് ഇയാളുടെ വീഡിയോയ്ക്കെതിരെ ഒത്തിരി വീഡിയോസ് ഇറക്കിയിട്ടുണ്ട്. അപ്പൊ ഇയാൾ എന്നിട്ട് അന്ന് പറഞ്ഞ എന്നാ ഇന്ത്യയിൽ എവിടെ വേണേലും തുണി നോക്കി നിന്ന് മുള്ളാന്ന്. ഞാൻ പറഞ്ഞ ഷാജിനും ഷാജന്റെ അമ്മയും ഭാര്യയൊക്കെ ആയിരിക്കും അങ്ങനെ മുള്ളുന്നത്, ഞങ്ങളാരും അങ്ങനെ മുള്ളാറില്ല, എന്റെ അമ്മയൊന്നും റോഡിൽ നിന്ന് മുള്ളുന്ന ആൾക്കാരല്ലെന്ന് പറഞ്ഞു. അപ്പൊ അങ്ങനെയൊക്കെയുള്ള കുറെ സംഭവങ്ങളൊക്കെ ഇതിനകത്ത് നടന്നിട്ടുണ്ട്. പക്ഷെ അപ്പോഴും ഞാൻ പറയാം, ഈ പോലീസുകാർ ഇങ്ങനെ ഇയാളെ എടുക്കേണ്ട ഒരു ആവശ്യമില്ല. അത് ശരിക്കും നാണക്കേടായില്ലേ? അയാളെ ഉടുപ്പിടിച്ച് മര്യാദയ്ക്ക് ഇറക്കിയിരുന്നതിൽ ഈ വർത്താനം ആരെങ്കിലും പറയുമോ? ഇവന്മാരെന്താ പൊട്ടന്മാരാണ് ഈ പോലീസുകാർ? എനിക്കറിയാൻ വേണ്ടി ചോദിക്കുക, നിങ്ങൾക്ക് എന്തെങ്കിലും കുഴപ്പമുണ്ടോ? ശരിക്കും എന്തോ ചെയ്യാനാണ് ഈ നടക്കുന്നത്? രാവിലെ എഴുന്നേറ്റ് ഒരു ബോധവും ഇല്ലേ? ഇത് കണ്ട ഇങ്ങോട്ട് ഇറങ്ങുമ്പോൾ മീഡിയ ഉണ്ടെന്ന് അറിയാം. എന്താ അയാൾക്ക് ഒത്താശ ചെയ്ത് കൊടുത്താണോ എല്ലാവരോടും? ഇവര് കൂട്ടം കൂടി ഇയാൾക്ക് ഇപ്പോൾ വലിയ മാർക്കറ്റിലായിരിക്കും. ശരിക്കും പറഞ്ഞാൽ മറുനാടൻ ഷാജനെ ആരും ശ്രദ്ധിക്കുന്നില്ല, വലിയ ഓളം ഉണ്ടാക്കാൻ പുള്ളിക്ക് പറ്റുന്നുമില്ല. എല്ലായിടത്തും ഈ തെണ്ടിത്തരം പറഞ്ഞ് കേസായി. അത് വന്നപ്പോൾ അയാൾക്ക് ഒന്നും ചെയ്യാൻ പറ്റില്ല. അയാൾക്ക് വേറെ രീതിയിൽ സംസാരിക്കാനും അറിയത്തില്ല, ഇടപെടാനും അറിയത്തില്ല, വേറെ കഴിവൊന്നുമില്ല. ഈ കുത്തിത്തിരിപ്പും കുന്നായ്മയും കുശുമ്പുമായിട്ട് മാത്രം ജീവിക്കാനുള്ള ഒരു കഴിവേ പുള്ളിക്കുള്ളൂ. അത് ഇവിടുത്തെ ഈ നശിച്ച കുറേ നാറികൾക്ക് താല്പര്യമുള്ളൊരു ചാനലും കൂടെ. അല്ലാതെ സ്റ്റാൻഡേർഡ് ആയിട്ടുള്ള ഒരു മനുഷ്യൻ ആ ചാനൽ ഫോളോ ചെയ്യുന്നതായിട്ട് എനിക്കറിയത്തില്ല. ഇവിടുത്തെ ഈ കുശുമ്പും കുന്നായ്മയായിട്ടിരിക്കുന്ന ആണും പെണ്ണുമാണ് മറുനാടൻ ഷാജന്റെ പ്രേക്ഷകർ. പിന്നെ ഈ പാർട്ടി വൈരാഗ്യമുള്ളവർ, പിണറായി വിജയനോട് നല്ല വൈരാഗ്യം ഉണ്ടെങ്കിൽ ഓക്കെ, കോൺഗ്രസ് ആണെങ്കിലും BJP ആണെങ്കിലും ആ ചാനൽ പോയി കണ്ടാൽ അവർക്കൊരു സമാധാനം കിട്ടുമെന്നേ ഉള്ളൂ. അല്ലാതെ വേറെ പ്രത്യേകിച്ച് ഗുണമൊന്നും അവർക്ക് ഉണ്ടാകത്തില്ല. പിന്നെ ഇങ്ങനത്തെ കുത്തിത്തിരിപ്പ് രാഷ്ട്രീയവും ഈ ആളിഞ്ഞ മണ്ടത്തരങ്ങൾ പറഞ്ഞിട്ട് ഉണ്ടാക്കിയെടുക്കുന്ന ചില ഇംപ്രഷൻസ് ഉണ്ട് ആൾക്കാരെ പറ്റി. അതൊക്കെയാണ് ഷാജൻ ചെയ്തു കൊടുക്കുന്ന ആ പണി. മറുനാടൻ മലയാളി മാ എന്ന് പറയുന്ന ആ ചാനല് മനസ്സിലാവുന്നുണ്ടോ? അപ്പൊ ഇയാള് പണ്ട് UK മറ്റേ ചാരിറ്റി പരിപാടിയൊക്കെ നടത്തി എന്തൊക്കെയോ അലമ്പാക്കി എന്നും പറഞ്ഞുകൊണ്ട് കുറേ ഇയാളെ പറ്റി കേൾക്കാൻ പറ്റും. നിങ്ങൾ കാര്യമായിട്ടൊന്ന് സെർച്ച് ചെയ്താൽ മതി. പല തരത്തിലുള്ള ഇതുപോലത്തെ പ്രവർത്തനങ്ങളിലൂടെ ഫേമസ് ആയ ഇയാള് എനിക്കറിയാവുന്ന ഒരാളെ പറ്റി പറഞ്ഞത് ഇത്ര മോശമായിട്ടാണ്. അപ്പൊ അതിനും ഞാൻ പോസ്റ്റ് ഇട്ടിട്ടുണ്ട് ഇയാളെ പറ്റി. പിന്നെ എന്നെ പറ്റി പോസ്റ്റ് ഇട്ടു. പിന്നെ UK എന്നൊക്കെ ഒത്തിരി പേര് ഇതുപോലെ കംപ്ലൈൻറ്റ്സ് പറയുന്ന വീഡിയോസ് വന്നു. നിങ്ങൾ സെർച്ച് ചെയ്യണം, നിങ്ങൾ നോക്കണം ഇയാളെ പറ്റിയുള്ള പരാതികളും ഇയാൾക്കെതിരെയുള്ള അലിഗേഷൻസ്. സാധാരണക്കാരാകട്ടോ, അല്ലാതെ രാഷ്ട്രീയ വൈരാഗ്യമോ ഒന്നും അതിനകത്തില്ല. ഇയാൾ ഓരോന്ന് പടച്ചു വിടുവരുന്നു. പാവപ്പെട്ടവരാരും ഒന്നും പറയാതെ. ഇനി എത്ര പേർക്ക് പരാതി ഉണ്ടെന്ന് ആർക്കറിയാം? പലരും പറയാൻ പറ്റുന്നില്ല, അല്ലെങ്കിൽ ഒരു കേസ് കൊടുക്കാൻ പറ്റുന്നില്ല. അങ്ങനെയൊക്കെ ഉള്ളവരായിരിക്കും ചിലപ്പോൾ ഉണ്ടായിരുന്നിട്ടുള്ളത്. ബാക്കിയുള്ളവരൊക്കെ കൊടുത്തിട്ടുണ്ട്. ഇപ്പം അത് ഏതോ ഒരു സ്ത്രീയെ പറ്റി എന്തിനാ ഇതൊക്കെ പറയുന്നത്? ഇങ്ങനെ ആവശ്യമില്ലാതെ വാർത്ത പറഞ്ഞാൽ പോരെ. എല്ലാവരും പറഞ്ഞത് സത്യം പറയുന്നതുകൊണ്ടാണ്. സത്യം പറയുന്നതുകൊണ്ടൊന്നും അല്ല. എൻ്റെ പേഴ്സണൽ അനുഭവം, എൻ്റെ സുഹൃത്ത് എന്ന് പറയുന്ന പെൺകുട്ടി വളരെ മര്യാദയ്ക്ക് ജീവിച്ചു പോകുന്നൊരു പെൺകുട്ടിയായിരുന്നു. അതിനെപ്പറ്റി വെറുതെ ആരും എന്തോ പറഞ്ഞെന്നും പറഞ്ഞുകൊണ്ട് ഇയാൾ ഏതാണ്ടൊക്കെ വിളിച്ച് പറഞ്ഞ് കുളവാക്കി. ഇയാൾ ഒരു കാര്യം അന്വേഷിക്കാതൊക്കെ പറയുന്ന പോലെയാണ് എനിക്ക് അന്ന് മനസ്സിലായത്. ഇയാളോട് ആരോടൊക്കെ വിളിച്ച് പറയുമ്പോൾ ഇയാൾ വിളിച്ചങ്ങ് പറയും ഓരോന്നൊക്കെ. ഇയാൾ അന്വേഷിക്കത്തൊന്നുമില്ല. ഇയാൾക്ക് ജേർണലിസ്റ്റുകളുടെ എണ്ണം ജേർണലിസ്റ്റുകളെ ഇല്ല. ആദ്യം ശ്രദ്ധിച്ചാൽ മനസ്സിലാവും. ഒരു മീഡിയ
ഒരു വാർത്താ ചാനൽ പോലെ ഇരിക്കുന്നുണ്ടെങ്കിലും അയാൾക്ക് ആകെ 2 പീയൂഷോ അങ്ങനെ കണ്ട് പറഞ്ഞുകൊണ്ട് ഒരുത്തനൊക്കെ ഉള്ളൂ. ഇപ്പോൾ 1-2 പേരെ കാണുന്നുണ്ട്, മറുനാടിന്റെ മൈക്ക് പലയിടത്തും എത്തുന്നുണ്ട്. അല്ലാത്തവരാരും ഇല്ല. അയാളുടെ വർക്ക് ചെയ്തവരുടെ എണ്ണം കുറവാണ്. മലയാള മനോരമയും ഈ പറഞ്ഞ പോലെ 24 ഏത് ന്യൂസ് ചാനലും ആയിക്കോട്ടെ, റിപ്പോർട്ടറോ ഏഷ്യാനെറ്റോ, ഇവർക്കൊക്കെ എന്ന് വെച്ചാൽ ഇവരുടെ മാധ്യമപ്രവർത്തകർ കേരളം മുഴുവൻ ലൈവായിട്ട് ഓടി നടന്ന് പിടിച്ചോണ്ട് വരുന്നതിനകത്തൊന്ന് ഈ പെറുക്കിയിട്ട് ഇവനിരുന്ന് മസാലയും കൂട്ടി അടിക്കുക. അതായത് തൊട്ടപ്പുറത്തൊരു ഹോട്ടലിൽ ചെന്ന് കുറച്ച് ഇറച്ചി മേടിച്ചിട്ട് ഇവൻ അതിന്റെ മണ്ടയ്ക്ക് കുറച്ച് ഉള്ളിയും സവാളം കൂടെ വെതറി ഇട്ടിട്ട് അത് ഒരു വല്ലാത്തൊരു ടേസ്റ്റും ഉണ്ടാക്കും അതിനകത്ത്. എല്ലാം 2-3 ഹോട്ടലിൽ നിന്നൊക്കെ സാധനം മേടിച്ചിട്ട് മിക്സ് ചെയ്തിട്ടൊക്കെ പുള്ളി ഇപ്പുറത്ത് കൊണ്ട് വിറ്റിട്ട് വിലയും കൂട്ടി വിൽക്കുന്ന പോലെ ഉണ്ട്. മനസ്സിലായല്ലേ? അതിനകത്ത് പകുതി എന്നിട്ട് ചവ് ആഡ് ചെയ്യും. മനസ്സിലായി? എന്നിട്ട് പറ്റിക്കുക ആൾക്കാരെ. പിന്നെ തീരെ ബുദ്ധിയും ബോധം ഇല്ലാത്തവർക്ക് ഇയാൾ കിടന്ന് കാണിക്കുന്ന അഭ്യാസമൊക്കെ. അത് ആ ഹോട്ടലിനകത്ത് വേറൊരു കാര്യമുണ്ട്. കുറച്ച് പെണ്ണുങ്ങളെ പറ്റി അപവാദം പറയുന്ന ഒരു അമ്മാവൻ ഇരിപ്പുണ്ടെന്ന് വിചാരിക്കുക. അങ്ങനെ ആ ഹോട്ടലിൽ ഇറച്ചി ചിലവാകുന്നത് ഇയാളുടെ ഇറച്ചിയും പൊറോട്ടയും. അതാണ് മറുനാട് ഷാഹിനെ പറ്റിയുള്ള എൻ്റെ അറിവും എൻ്റെ അഭിപ്രായവും അതൊക്കെ തന്നെ ആണെങ്കിലും ഞാൻ പറയാം, അയാളെ ഷർട്ടിടാതെ പുറത്തിറക്കി നിർത്തിയതും ഈ കിടന്ന് വിളിച്ചു പോകാനുള്ള അവസരം കൊടുത്തതും. എടോ, നമ്മളൊക്കെ പോലീസ് സ്റ്റേഷനിൽ പോയി താൻ കണ്ടോ? ആരെങ്കിലും കണ്ടോ ഇങ്ങനെ കിടന്ന് വിളിച്ചു പോയി അവിടെ കിടന്ന് എന്തെങ്കിലും അഭ്യാസം കാണിക്കുന്നത് കണ്ടോ? അതിന് അതിൻ്റെതായ മര്യാദ ഉണ്ടെന്നേ. അത് ഇവർക്ക് അറിയത്തില്ല. അവിടെ കിടന്ന് ഇങ്ങനെയൊക്കെ കാണിക്കുമ്പോൾ ഇവിടെ ഉള്ളവന്മാർ വിചാരിക്കും ഇവൻ സൂപ്പറാ, ഇവൻ ഭയങ്കര സംഭവമാ. പക്ഷേ അങ്ങനെയല്ല വേണ്ടത്. അത് പോലീസിനെ ഇൻസൾട്ട് ചെയ്യുന്ന പോലെയാണ്. അതിൻ്റെ ആവശ്യമൊന്നുമില്ല. പിന്നീട് അത് കഴിഞ്ഞ് നമുക്ക് ശരിയാണ്, നമ്മുടെ അവസരമുണ്ട്, നമുക്ക് പലപ്പോഴും പല പരാതികൾ പോലീസിനെതിരെ കൊടുക്കാൻ പറ്റും, മീഡിയയിൽ ഇരുന്ന് പറയാൻ പറ്റും. അതൊക്കെ ഞാൻ ചെയ്യും. അല്ലാതെ അവിടെ കിടന്ന് ചിലപ്പോൾ ആ നിൽക്കുന്നവർക്കെല്ലാം ഈ ഒരു ഉദ്ദേശം ഉണ്ടാകത്തില്ല. അല്ലെങ്കിൽ അവരോടെല്ലാം കൂടെ കയർത്ത് കച്ചറ ഉണ്ടായി കഴിഞ്ഞാൽ അവിടെ കിടന്ന് വെറുതെ പട്ടി ഷോ എന്ന് പറയുന്ന പോലത്തെ പരിപാടിയാണ്. മനസ്സിലായോ? പിന്നെയും പുള്ളി അവിടെ നിന്നുകൊണ്ട് വീണ്ടും വിളിച്ചു പറയേണ്ട കാര്യമൊന്നുമില്ല. ഉടനെ എല്ലാവരുടെ മുന്നേ കണ്ടോ മറുനാടന് പിണറായി പോലീസ് എന്നൊക്കെ പറയാണ്ടൊക്കെ പറയുന്നു. അങ്ങനൊന്നും അല്ലത്.